RICT ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നോൺ ഇൻവേർട്ടർ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ കാണുന്ന രണ്ട് ടൈപ്പ് വയറിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് വയറിങ്ങിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ RSIR വയറിങ് എന്നാണ് പറയുക, റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ. അപ്പോൾ അതിൻ്റെ വയറിങ് നമുക്ക് നോക്കാം. L എന്ന് പറയുന്നത് ഫേസ് ആണ്, N ന്യൂട്രലാണ്, E എന്ന് കാണിച്ചിരിക്കുന്നത് എർത്താണ്. ഫേസിൽ നിന്ന് ആദ്യം കണക്ഷൻ പോകുന്നത് തെർമോസ്റ്റാറ്റിൻ്റെ ഒന്നാമത്തെ പോയിന്റിലേക്കാണ്. ആ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് തന്നെ ഡോർ സ്വിച്ചിലേക്കും ബൾബിലേക്കും കണക്ഷൻ പോകുന്നുണ്ട്. ബൾബിൽ നിന്നും ബ്ലൂ കളറിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂട്രലാണ്. ഇനി തെർമോസ്റ്റാറ്റിൻ്റെ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് കണക്ഷൻ പോകുന്നത് PTC റിലേയിലേക്കാണ്. റിലേ കണക്ട് ചെയ്തിരിക്കുന്നത് കംപ്രസറിൻ്റെ S, R എന്നീ ടെർമിനലിലേക്കാണ്. ഇനി കംപ്രസറിൻ്റെ C ടെർമിനലിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ഓവർലോഡ് പ്രൊട്ടക്ടറാണ്. ഓവർലോഡ് പ്രൊട്ടക്ടറിലേക്ക് ബ്ലൂ കളറിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂട്രലാണ്. ഈ സർക്യൂട്ടിനെയാണ് നമ്മൾ RSIR വയറിംഗ് എന്നാണ് പറയുക. ഇതിൽ റിലേ ഉപയോഗിച്ചിരിക്കുന്നത് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കും റണ്ണിങ് വൈൻഡിങ്ങിലേക്കും ഒരേ സമയം പവർ സപ്ലൈ കടത്തിവിട്ട് കംപ്രസർ സ്റ്റാർട്ടായതിനു ശേഷം സ്റ്റാർട്ടിംഗ് വൈൻഡിങ് സർക്യൂട്ടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വയറിംഗ് ആണ് താരതമ്യേന കപ്പാസിറ്റി കുറഞ്ഞ, ടോർക്ക് കുറഞ്ഞ കംപ്രസർ മോട്ടറുകളിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തെർമോസ്റ്റാറ്റിൻ്റെ രണ്ടാമത്തെ ടെർമിനലിൽ നിന്നും കണക്ഷൻ പോകുന്ന ഫേസ് കണക്ട് ചെയ്യുന്നത് റിലേയിലേക്കാണ്. അതുപോലെ തന്നെ കംപ്രസറിൻ്റെ C ടെർമിനലിൽ നിന്നും OLPയിലേക്കും OLPയിൽ നിന്ന് ന്യൂട്രലിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റി കൂടിയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിലും നോൺ ഇൻവേർട്ടർ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിലും ഉപയോഗിക്കുന്ന വയറിംഗാണിത്. ഇതിനെ നമ്മൾ RSIR വയറിംഗ് എന്നാണ് പറയുക. അതായത് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ. അപ്പോൾ ഇവിടെ അഡീഷണലായിട്ട് ഒരു കപ്പാസിറ്റർ കൂടെ ഈ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഡയഗ്രത്തിൽ നിന്നും വ്യത്യാസമായിട്ട് ഇതിൽ തെർമോസ്റ്റാറ്റിൻ്റെ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ഓവർലോഡ് പ്രൊട്ടക്ടറിലേക്കും ഓവർലോഡ് പ്രൊട്ടക്ടറിൽ നിന്ന് കംപ്രസറിൻ്റെ Cയിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്യൂട്ടിൻ്റെ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ന്യൂട്രലാണ്. ന്യൂട്രലിൽ നിന്ന് കംപ്രസറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന റിലേയിലേക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ആ റിലേയുടെ രണ്ട് പോയിൻറ്റിന് പാരലായി ഒരു കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. ഇതൊരു റൺ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ടോർക്ക് നൽകുക എന്നതാണ്. അപ്പോൾ ഇതുപോലെ കപ്പാസിറ്റി കൂടിയ ഫ്രിഡ്ജുകളിൽ ഉപയോഗിക്കുന്നത് ടോർക്ക് കൂടിയ മോട്ടറുകളാണ്. അവയ്ക്ക് ആവശ്യമായിട്ടുള്ള റണ്ണിങ് ടോർക്ക് നൽകുക, അതാണ് ഈ കപ്പാസിറ്ററിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കംപ്രസർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം PTC റിലേ വഴി സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ കപ്പാസിറ്റർ വഴി അപ്പോഴേക്കും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്ക് സപ്ലൈ വരുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലത്തെ വയറിംഗ് ആണ് അല്പം കപ്പാസിറ്റി കൂടിയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിലും കൂടാതെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റർ വരുന്ന മിക്കവാറും എല്ലാ സർക്യൂട്ടിൻ്റെ അകത്തും തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന ഫേസ് നേരെ കണക്ട് ചെയ്യുന്നത് OLPയിലേക്കും അതുപോലെ തന്നെ OLPയിൽ നിന്ന് കംപ്രസറിൻ്റെ C ടെർമിനലിലേക്കുമായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഇതേ രീതിയിൽ നമുക്കൊരു റെഫ്രിജറേറ്റർ വയർ ചെയ്ത് നോക്കാം. ഡയഗ്രത്തിൽ കാണിച്ച പോലെ തന്നെ ഒരു തെർമോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡോർ സ്വിച്ചാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡോർ സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇത് ബൾബാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കംപ്രസറാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലെ ഒരു കംപ്രസറാണ്, ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസറാണ്. ഇനി ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന PTC റിലേ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് വരുന്ന ഫേസ്, അതായത് ഡയഗ്രത്തിൽ കാണിച്ച പോലെ തന്നെ ഫേസ് ആദ്യം നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ ഒന്നാമത്തെ പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഡോർ സ്വിച്ചിലേക്ക് ഒരു ഫേസ് കണക്ട് ചെയ്യുക. ഡോർ സ്വിച്ച് കണക്ട് ചെയ്തതിന് ശേഷം ഡോർ സ്വിച്ചിൽ നിന്നും അടുത്തൊരു കണക്ഷൻ ബൾബിലേക്ക് കണക്ട് ചെയ്യുക. ഇനി ബൾബിൽ നിന്ന് താഴെ കാണുന്ന ന്യൂട്രലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ലൈനിൽ ന്യൂട്രലാണ്. ഇതാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ഫേസ്. അപ്പോൾ ഈ ബൾബിൻ്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാരലൽ സർക്യൂട്ടാണ്. ഇത് ഡോർ സ്വിച്ച്, ബൾബ്, ഇത് ന്യൂട്രൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് തെർമോസ്റ്റാറ്റിൻ്റെ രണ്ടാമത്തെ പോയിന്റിൽ നിന്നും
ഓവർലോഡ് പ്രൊട്ടക്ടർ അഥവാ OLPയിലേക്ക് കണക്ട് ചെയ്യണം. OLP കംപ്രസറിൻ്റെ C ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ന്യൂട്രൽ നമ്മൾ റിലേയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ റിലേക്ക് ഇതുപോലെ 2 പോയിൻ്റ് ഉണ്ടാവും. ഈ 2 ടെർമിനലിനിടയ്ക്കാണ് നമ്മൾ റണ്ണിങ് കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ റണ്ണിങ് കപ്പാസിറ്റർ സാധാരണയായിട്ട് ഇവിടെയാണ് ഇരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ റണ്ണിങ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നില്ല, പക്ഷേ അവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ റിലേ കംപ്രസർ ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് OLP ആണ്. അപ്പോൾ ഓവർലോഡ് പ്രൊട്ടക്ടർ ഈ കംപ്രസറിൻ്റെ C ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ കംപ്രസറിൽ C താഴെയും കൂടാതെ S ടെർമിനൽ ഇടതുഭാഗത്തും R ടെർമിനൽ വലതുഭാഗത്തുമാണ്. അടുത്തതായിട്ട് നമുക്ക് റിലേ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ റിലേയുടെ ആ 2 പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു റണ്ണിങ് കപ്പാസിറ്ററോടെ കണക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ കപ്പാസിറ്റർ ഒഴികെയുള്ള ബാക്കി എല്ലാ കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പവർ സപ്ലൈ കൊടുത്തു നോക്കാം. അപ്പോൾ പവർ സപ്ലൈ കൊടുത്തു നോക്കിയപ്പോഴത്തേനും കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഡോർ സ്വിച്ച് ബൾബ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ടിനെയാണ് നമ്മൾ RCR സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിലൊരു കപ്പാസിറ്റർ ഉണ്ടാവും. മിക്കവാറും ഫ്രിഡ്ജുകളിലെല്ലാം ഈ വയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ ഉപയോഗിക്കുന്ന റണ്ണിങ് ടോർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്രസറുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.9 തൊട്ട് 1 ആംപിയർ വരെയാണ്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ശക്തി കുറയാൻ തുടങ്ങും. അപ്പോൾ ഇത് എടുക്കുന്ന കറണ്ടിൻ്റെ വാല്യൂ ഏകദേശം 1.1 1.2 ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് കറണ്ട് ചാർജ് കൂടുതൽ വരുന്നതായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.